നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ആഗസ്റ്റ് മാസത്തിലെ പുണർതം കാല പൂയമായാലും കർക്കിടക കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിന് ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ കർക്കിടകക്കൂറുകാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് മാസം 17-ാം തീയതി വരെ ജന്മത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അതിനുശേഷം 2-ലേക്ക് വരും. ജന്മത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ദേഹപീഠങ്ങൾ വന്നു ചേരുക, ശരീരത്തിന് പൊതുവെ സുഖക്കുറവ് വന്നു ചേരുക, കുറച്ച് അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുന്ന ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. 17-ാം തീയതിക്ക് ശേഷം 2-ലേക്ക് വരുമ്പോൾ 2-ാം ഭാവം കൊണ്ടാണ് ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഫലത്തെ സൂചിപ്പിക്കുന്നത് അന്യരാൽ ചതിക്കപ്പെടുവാനായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് കടം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു കിട്ടാത്ത അവസ്ഥയൊക്കെ വന്നു ചേരാം, ചതിക്കപ്പെടുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുന്ന ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാമം ജപിക്കുമ്പോൾ പ്രത്യേകിച്ച് മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. പഞ്ചാക്ഷര നാമമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ജന്മത്തിൽ നിൽക്കുമ്പോഴും 2-ൽ നിൽക്കുമ്പോഴുമായിട്ടുള്ള ആ മോശഫലത്തെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 11-ലാണ് ചൊവ്വ നിൽക്കുന്നത് 25-ാം തീയതി വരെ. 25-ാം തീയതി വരെ 11-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട്, അതായത് ഏത് ഗ്രഹങ്ങൾ 11-ൽ നിന്ന് കഴിഞ്ഞാലും വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 11-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ജനപദ അധികാര ലാഭം വന്നു ചേരും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണ് കുറച്ചും കൂടി കൂടുതൽ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത്. പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുക, അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചൊവ്വയെ കൊണ്ടാണ്. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഭൂമി നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കുക. ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം ഒരു പരിധിവരെ പരിഹാരം വന്നു ചേർന്ന് ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക. കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. ഭൂമി സംബന്ധമായിട്ട് വ്യവഹാരങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഒരു പരിധിവരെ പരിഹാരം വന്നു ചേർന്ന് ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക. ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ നല്ല ഫലം ലഭിക്കുന്ന ഒരു ഫലത്തെയാണ് 25-ാം തീയതി വരെ 11-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് കർക്കിടകക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. 12-ലേക്ക് ചൊവ്വ വരുമ്പോൾ വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പല പ്രകാരേണയുള്ള ദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. ഇത് ചന്ദ്രാലുള്ള ഫലമാണ്. നമ്മളുടെ ജാതകപ്രകാരം പറയുന്നതായിട്ടുള്ള ഫലമായിരിക്കും നമുക്ക് കൂടുതൽ അനുഭവേദ്യമായിട്ട് വരിക. ചന്ദ്രാൽ പറയുന്നതായിട്ടുള്ള ഫലങ്ങൾ നക്ഷത്രങ്ങളെ കൊണ്ട് പൊതുവേ പറയുന്ന ഫലങ്ങളാണ്. എല്ലാവർക്കും വന്നു ചേരാവുന്ന പൊതുവേയുള്ള ഫലം. അതുപോലെ 22-ാം തീയതി വരെ 2-ലാണ് ബുധൻ നിൽക്കുന്നത്. 2-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ടും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 22-ാം തീയതിക്ക് ശേഷം ബുധൻ 2-ൽ നിന്ന് 3-ലേക്കല്ല വരുന്നത്, ജന്മത്തിലേക്കാണ് വരുന്നത്. ജന്മത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും 22-ാം തീയതി വരെ 2-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നല്ല വാക് സാമർഥ്യം ഉണ്ടാവുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക, നമ്മളുടെ വാക്കുകൾക്ക് ശോഭ വന്നു ചേരുക, അതേപോലെ തന്നെ ധനലാഭം ഉണ്ടാവുക. അപ്പോൾ ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന 2-ാം ഭാവത്തിൽ 2-ൽ ബുധൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും നല്ല ഫലത്തെ സൂചിപ്പിക്കാം. വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ എഴുതുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. 22-ാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുമ്പോഴോ താൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം ഉണ്ടാവുക. കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾ നിമിത്തമാണ് ഒരു പരിധിവരെ കലഹം വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. കർക്കിടകക്കൂറുകാർക്ക് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നത് 11-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടാണ്. 11-ൽ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടകാര്യ ലാഭം വന്നു ചേരുക. നമ്മൾ ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു കാലയളവ്. സ്ഥാനാന്തര പ്രാപ്തി വന്നു ചേരുക, നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക. നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാകും. അപ്പോൾ നമ്മളുടെ ജോലി സംബന്ധമായിട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊമോഷൻ ലഭിക്കുന്ന ഒരു നല്ല ഫലത്തെ സൂചിപ്പിക്കാം. അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള, നമുക്ക് ഇല്ലാത്തതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. സ്വന്തമായിട്ടൊരു വീട് ആഗ്രഹിക്കുന്നു, സ്വന്തമായിട്ടൊരു വാഹനം ആഗ്രഹിക്കുന്നു. അങ്ങനെ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ആഗ്രഹം, അതെല്ലാം നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഫലമാണ് വ്യാഴം 11-ൽ നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്നത്. കർക്കിടകക്കൂറുകാർക്ക് പൊതുവെ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല ഫലം ലഭിക്കുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് 11-ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഈശ്വരാധീനത്തെ തന്നെ സൂചിപ്പിക്കുന്നു. 25-ാം തീയതി വരെ ശുക്രൻ 2-ലാണ്, അതിനുശേഷം 3-ലേക്ക് വരും. 2-ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും 3-ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2-ൽ നിന്നാലും 3-ൽ നിന്ന് കഴിഞ്ഞാലും പറയുന്നതായിട്ടുള്ള ഒരു പൊതുഫലം, കലാപരമായിട്ടുള്ള രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക, ധനലാഭം വന്നു ചേരുക, വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്.
പ്രത്യേകിച്ച് 25-ാം തീയതി വരെ 2-ൽ നിൽക്കുമ്പോൾ സന്തോഷമുള്ള കുടുംബത്തോട് കൂടിയിട്ടിരിക്കുക. 3-ലേക്ക് വരുമ്പോൾ ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു. 2-ൽ നിന്ന് കഴിഞ്ഞാലും 3-ൽ നിന്ന് കഴിഞ്ഞാലും വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കർക്കിടകക്കുറുകാർക്ക് ഏറ്റവും മോശമായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നത് 8-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ടാണ്. 8-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ടുള്ള മോശഫലത്തെ നമുക്ക് ഈശ്വര സേവയിലൂടെ ഇല്ലാതാക്കുവാനായിട്ട് സാധിച്ചാൽ കർക്കിടകക്കുറുകാർക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഫലമായിരിക്കും വന്നു ചേരുക. 8-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ഒരു ദൈവാധീന കുറവിനെ തന്നെ സൂചിപ്പിക്കുന്നു. വ്യാഴം 11-ൽ നിൽക്കുമ്പോൾ ഈശ്വരാധീനത്തെ സൂചിപ്പിച്ചുവെങ്കിൽ 8-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ഈശ്വരാധീന കുറവിനെ സൂചിപ്പിക്കുന്നു. വിചാരിക്കാതെ കലഹം വന്നു ചേരുക, ചെറിയ കലഹം പോലും വലിയ കലഹത്തിലേക്ക് വന്നു ചേരുക, വിചാരിക്കാതെ രോഗദുരിതങ്ങൾ വന്നു ചേരുക, ധനച്ചെലവ് കൂടുക. കുറച്ച് കാലമായിട്ട് 8-ലാണ് ശനി. ഈ ഫലം തന്നെയാണ് കുറച്ച് കാലമായിട്ട് തന്നെ കർക്കിടകക്കുറുകാർക്ക് പറയാനിട വരിക. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഈ മോശഫലമാണെന്നുണ്ടെങ്കിലും സൂചിപ്പിക്കുന്നത്. മോശഫലമാണെന്നുണ്ടെങ്കിലും നല്ല ഫലമാണെന്നുണ്ടെങ്കിലും നമ്മൾ അറിയണമല്ലോ. അപ്പോൾ ആ 8-ൽ നിൽക്കുന്നതായിട്ടുള്ള ആ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശബരിമല അയ്യപ്പസ്വാമിയെ മനസ്സിലെത്തി വിചാരിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ശനൈശ്വരായ എന്നുള്ള നാമം ജപിക്കുക. എന്തായാലും കർക്കിടകക്കുറുകാരുടെ ഗ്രഹപിഴ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.